हरे कृष्ण हरे कृष्ण। जय राधा माधव जय कुंज बिहारी। जय राधा माधव जय कुंज बिहारी। गोपीजना वल्लभ जय गिरिवरधारी। जय गोपीजना वल्लभ जय गिरिवरधारी। यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन श्रीरावण धारी। यमुना तीरावनचारी। जय राधा माधव जय कुंज बिहारी। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुर्मीलितं येन तस्मै श्रीगुरवे नमः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। मूकं करोति वाचालं पङ्गुं गायति गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं। हे कृष्णा करुणा सिन्धु दीनबन्धु जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। सप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभादि शोभान्ते देवी प्रणमामि हरिप्रिये। नष्टप्रायेषु अभद्रेषु नित्यं भागवत सेवया भगवते उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय।
അപ്പൊ ഇന്നത്തെ ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ശ്ലോകം 14 ഞാൻ വായിക്കട്ടെ. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഹ ആഗമാപായിനോ അനിത്യാസ്ത്വാം സ്വസ്ഥിതിശ്വസ്വ ഭാരത. മാർത്താ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഹ ആഗമാപായിനോ അനിത്യാസ്ത്വാം സ്ഥിതിശ്വസ്വ ഭാരത. കൗന്ദേയ, ഹേ കൗന്ദേയ, കുന്തിപുത്ര, ഹേ കുന്തിപുത്ര, മാർത്താ സ്പർശാസ്തു ഇന്ദ്രിയാവബോധങ്ങളാകട്ടെ, ശീതോഷ്ണ സുഖ ദുഃഖദാഹ ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം എന്നിവയെ ഉണ്ടാക്കുന്നവയും, ആഗമാപായിന വന്നും പോയും ഇരിക്കുന്നവയും, അനിത്യങ്ങളും അഥവാ താൽക്കാലികങ്ങളും ആകുന്നു. ഭാരത, അല്ലയോ ഭാരത, അർജുന, താൻ അവയെ സ്ഥിതിശ്വസ്വ നീ സഹിക്കണം. ഹേ കുന്തിപുത്ര, ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും ഗതിവിഗതികൾ പോലെയത്രേ. ഇന്ദ്രിയാനുഭൂതികളിൽ നിന്ന് അവയുണ്ടാകുന്നു. ഹേ ഭാരത, അവയെ അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം. ഭാവാർത്ഥം ശ്രീല അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത. ജയ് ശ്രീല പ്രഭുപാദ്. ഭാവാർത്ഥത്തില് ശ്രീല പ്രഭുപാദില് പറയാണ്, തന്റെ കർത്തവ്യ നിർവഹണത്തിനിടയിൽ ഉണ്ടാകുന്ന ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും സഹിക്കാൻ ഒരാൾ പഠിക്കണം. കൊടും തണുപ്പുള്ള മാഘമാസത്തിലും അഥവാ ജനുവരി, ഫെബ്രുവരി പ്രാതസ്നാനം ചെയ്യണമെന്നാണ് വൈദിക നിയമം. വലിയ തണുപ്പുള്ള കാലമാണത്. എങ്കിലും മതപ്രമാണങ്ങളിൽ അടിയുറച്ച് വിശ്വാസമുള്ള ഒരു വ്യക്തി പ്രാതസ്ഥാനത്തിന് വിസമ്മതിക്കുന്നില്ല. വേനൽച്ചൂട് ഏറ്റവും അസഹ്യമാകുന്ന മെയ്, ജൂൺ മാസങ്ങളിലും കുടുംബിനികൾ അടുക്കളപ്പണി നടത്തുന്നു. കാലാവസ്ഥ മൂലമുണ്ടാകുന്ന അസൗകര്യങ്ങളെ വകവയ്ക്കാതെ ഓരോരുത്തരും സ്വന്തം കടമ നിറവേറ്റേണ്ടതുണ്ട്. അതുപോലെ യുദ്ധം ചെയ്യുക എന്നത് ക്ഷത്രിയരുടെ ധർമ്മമാണ്. സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ യുദ്ധം ചെയ്യേണ്ടി വന്നാലും തൻ്റെ നീതകർമ്മങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ല. വിജ്ഞാനവേദിയിലേക്ക് ഉയരാൻ വേണ്ടി ഒരാൾ തനിക്ക് വിധിക്കപ്പെട്ട ധാർമ്മിക നിയമങ്ങൾ അനുസരിക്കുക തന്നെ വേണം. ജ്ഞാനം കൊണ്ടും ഭക്തി കൊണ്ടും മാത്രമേ മനുഷ്യന് മായാബന്ധങ്ങളിൽ നിന്ന് മുക്തിയുള്ളൂ. അർജുനനെ സംബോധന ചെയ്യാൻ ഉപയോഗിച്ച 2 പേരുകളും ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നു. കൗന്ദേയ എന്ന പദം മാതൃഭാഗത്തു നിന്നുള്ള രക്തബന്ധത്തെയും ഭാരത എന്ന പദം പിതാവിന്റെ ഭാഗത്തു നിന്നുള്ള മാഹാത്മ്യത്തെയും സൂചിപ്പിക്കുന്നു. 2 വിധത്തിലും മഹനീയമായ പാരമ്പര്യമാണ് അദ്ദേഹത്തിൻ്റെത്. ആ മഹനീയ പൈതൃകം ശരിയായ കൃത്യനിർവഹണത്തിനുള്ള ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? കണ്ടതെന്താണ്? വളരെ വിശദമായിട്ട് ഉള്ള വളരെ പ്രാധാന്യമുള്ള ഒരു ശ്ലോകമാണ് ഭഗവത്ഗീതയിലെ ഈ അധ്യായത്തില്. 13ാമത്തെ ശ്ലോകം എന്താണ്? ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കും. അതെ. പിന്നീട്
അപ്പോ അതെ അപ്പോ പിന്നീട് അപ്പൊ അങ്ങനെ കഴിഞ്ഞ അതെ 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 അപ്പോ നമുക്ക് അവരെ പറ്റി നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അടുത്ത ജന്മം ഉണ്ടെന്ന് പറയുന്നതല്ലാതെ നമുക്ക് അവരെ കാണാനോ. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ മതജിയുടെ ചോദ്യം മനസ്സിലായി. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും ഈ ജീവിതത്തിലെ ഈ വിലപ്പെട്ട സമയം നമ്മൾ ഇവിടെ എല്ലാവരും ഒത്തുകൂടി ഇവിടെ വന്നിരുന്ന് ഗീത പഠിക്കുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ സംശയങ്ങൾ ദൂരീകരിക്കാനാണ്. അത് മാറാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് ആരാണ്? ഭഗവാനും ഗുരുക്കന്മാരും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇതിനൊരു ശരിയായ ഒരു നിഗമനത്തിലെത്താനും ആ നിലയിൽ നമുക്ക് ഭഗവാനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനും തീർച്ചയായും സാധിക്കും. അപ്പൊ അതിന് വേണ്ടത് എന്താണ്? നമുക്ക് ഇതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷ, അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന ആ ഒരു ഇതൊക്കെ നമുക്ക് അറിയണം എന്നുള്ള ആ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിനാര് സഹായിക്കും? ഭഗവാൻ നമുക്ക് അതിനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കിത്തരും. അങ്ങനെ ലഭിച്ച അവസരത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ആഴ്ചയിലെ ശ്ലോകം പിന്നീട് അതിനകത്ത് 13ാമത്തെ ശ്ലോകത്തിൽ 2ാമത്തെ അധ്യായത്തിന്റെ 13ാം ശ്ലോകത്തിനകത്ത് ശരീരസ്ഥനായ ആത്മാവ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ആത്മാവ് എന്താണ്? ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമങ്ങളെ പറ്റി സംഭ്രമം ഉണ്ടാകുന്നില്ല എന്ന് 13ാമത്തെ അധ്യായത്തിനകത്ത് നമ്മൾ ഭഗവാന്റെ വാക്കുകൾ കേട്ട് പഠിച്ചതാണ് കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പൊ അതിന്റെ ഭാവാർത്ഥത്തിനകത്ത് ശ്രീല പ്രഭുപാദര് വളരെ വിശദമായിട്ടുള്ള വിവരണങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ ഭംഗിയായി നമ്മൾ ചർച്ച ചെയ്തതാണ്. അതാണ്. അപ്പൊ കഴിയുന്നത് അതെ, എന്തെങ്കിലും അസൗകര്യങ്ങളൊക്കെ ചിലപ്പോൾ വരാൻ പറ്റാതായി, കുഴപ്പമില്ല. അപ്പോ അതെ, ശരി. അപ്പോ കഴിഞ്ഞ ആഴ്ചയിലെ ഭാവാർത്ഥം അത് നന്നായി വായിച്ചാൽ മതി, അതിനകത്ത് തന്നെ ഉണ്ട്. അതാണ് നമ്മുടെ ഈ യഥാരൂപം ഭഗവത്ഗീതയ്ക്കുള്ള ഏറ്റവും പ്രാധാന്യം ഇതാണ്. കാരണം നമുക്കിപ്പോ ഈ 13ാമത്തെ ശ്ലോകത്തിന്റെ ശരിയായ വിവരങ്ങൾ നമുക്ക് ആ പർപ്പോട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ചില സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചർച്ച ചെയ്യുമ്പോൾ പഠിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അത് അത്ര വിഷമിക്കേണ്ട കാര്യമില്ല, നമുക്ക് പഠിക്കാം. അപ്പൊ ഇന്നത്തെ ഈ 14ാമത്തെ ശ്ലോകത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ശ്ലോകങ്ങളായതുകൊണ്ട് നമ്മൾ അത് 13 നോക്കി എന്നുള്ളതേ ഉള്ളൂ. അപ്പോ ഇന്നത്തെ ഈ ശ്ലോകത്തിന്റെ അകത്ത് പ്രത്യേകിച്ചും പറയുന്നത് എന്താണ്? ഇല്ലേ, അർജുനനെ വിളിക്കുന്നു. എന്ത് പേരിലാ വിളിച്ചിരിക്കുന്നത്? ഹേ കുന്തിപുത്ര. ഇല്ലേ, കൗന്ദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹേ കുന്തിപുത്ര. ക്ഷണികങ്ങളായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് ക്ഷണികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം. നമുക്ക് ഇല്ലേ മലയാള വാക്ക് എന്താണ്? ക്ഷണികമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അല്ലേ, കുറച്ച് വന്നിങ്ങനെ ഇല്ലേ, അത് നമുക്കറിയാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ശ്ലോകമാണെങ്കിലും അത് വളരെ ഭംഗിയായി നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും നമുക്കറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ പർപ്പോട്ട് ഭാവാർത്ഥം നമ്മൾ വായിച്ചപ്പോ കാണുന്നുണ്ട്. എന്താണ് ഭാവാർത്ഥത്തിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നു ചില പ്രഭാവം എന്തിനാണ്? തൻ്റെ കർത്തവ്യ നിർവഹണത്തിനിടയിൽ ഉണ്ടാകുന്ന ക്ഷണികങ്ങളായ, അതാണ് ഇവിടെ ഞങ്ങൾ വായിച്ച കണ്ടോ, കുന്തിപുത്ര, ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങൾ. അപ്പൊ സുഖദുഃഖങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അർജുനനോട് ഭഗവാൻ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. എന്താണ്? ക്ഷണികമാണ്. സുഖവും ഈ ഭൗതിക ലോകത്തിലെ സുഖദുഃഖങ്ങൾ യഥാർത്ഥത്തിൽ ക്ഷണികങ്ങളാണ്. എന്തുകൊണ്ടാണ്? ശരീരം അത്തരത്തിലുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിനകത്ത് അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്, ഇല്ലേ? കാരണം എന്താണ്? പിന്നീട് ശരീരം പിന്നീട് കുട്ടികളായിരിക്കും, പിന്നെ അത് വളർന്ന് വലുതായി വാർദ്ധക്യം വരികയും നശിച്ചു പോവുകയും ചെയ്യും, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് നീ സംഭ്രമിക്കേണ്ട ആവശ്യമുണ്ടോ? ആ ശരീരമാറ്റത്തെ കുറിച്ച് വിഷമിക്കേണ്ടതുണ്ടോ? സമചിത്തനായ ഒരാൾ ഇതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, എന്തിനു വേണ്ടി ഇത്രയും വിശദമായി ചർച്ച ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളും ഇവിടെ ഭാവാർത്ഥത്തിനകത്ത് ശീല പ്രഭാതനം പറയുന്നതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യക്തമായി നമ്മൾ ശരീരം എന്താണ്, ആത്മാവ് എന്താണെന്നുള്ളത് ഭംഗിയായി മനസ്സിലാക്കണം. അപ്പൊ അതാണ് അപ്പൊ ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ഉള്ള പഠനം എന്ത് പഠനമാണ് നമ്മൾ നടക്കുന്നത്? ഈ കഴിഞ്ഞ ശ്ലോകത്തിന്റെ വിവർത്തനത്തിനകത്ത് ഇവിടെ ഒരു ഭാവാർത്ഥത്തിനകത്ത് ശീല പ്രഭുപാദ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്?
ജീവാത്മാവ്, പരമാത്മാവ്, ഭൗതിക പ്രകൃതി, ആത്മീയ പ്രകൃതി എന്നിവയുടെ വ്യവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നേടിയ വ്യക്തിയെ എന്തായിട്ട് പറയുന്നു? ധീരൻ. ധീരൻ അഥവാ സമചിത്തതയുള്ള ആൾ എന്ന് പറയുന്നു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഭംഗിയായി പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ജീവാത്മാവ്, എന്താണ് പരമാത്മാവ്, ആരാണ് ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത്, എന്താണ് ആത്മീയ പ്രകൃതി എന്ന് പറയുന്നത്, എന്താണ് എന്നിവയുടെ വ്യവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള അറിവ് എന്താണ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള അത്തരത്തിലുള്ള വിവരണങ്ങൾ എന്താണ്, ഇതൊക്കെ നമ്മൾ ശരിയായ വിധത്തിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ആര്? ധീരൻ. കാരണം എന്താണ്? അപ്പൊ അറിവ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അറിവ്, ഇല്ലേ? ആണോ? അപ്പൊ അറിവ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥത്തിൽ അറിവ്. പക്ഷേ അറിവ് നമുക്ക് രണ്ട് വിധത്തിലുണ്ട്. ഏത് വിധത്തിൽ? ഒന്ന് ഭൗതികമായ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ്. അത് നമുക്ക് ഇപ്പൊ നിലവിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും പഠിക്കുന്നതുമായ വിഷയങ്ങളാണ്. അതിനെ നമ്മൾ എന്ത് പറയും? ഭൗതികമായ, ഇല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം, ഭൗതിക ശരീരം എന്നല്ലേ നമ്മൾ പറയുന്നത്, അല്ലേ? നമ്മുടെ ശരീരം ആധ്യാത്മിക ശരീരമാണോ? അല്ല. എന്നാൽ കൃഷ്ണന്റെ ശരീരമോ? ആധ്യാത്മികമായ ശരീരം. ആധ്യാത്മികമായ കാര്യങ്ങളും ഭൗതികമായ കാര്യങ്ങൾക്കും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് ഇപ്പൊ മറുപടി കിട്ടും. അപ്പൊ ആ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൗതികമായ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിന്റെ മാറ്റത്തെക്കുറിച്ച് ഭഗവാൻ എന്താ പറഞ്ഞത്? ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര. ശ്ലോകത്തിൽ അതിലേ പറഞ്ഞിരിക്കുന്ന കൗമാരം യൗവനം ജര. ജര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സാവും ശരീരം ആണല്ലോ. അപ്പൊ ശരീരത്തിന്റെ ഈ പ്രാധാന്യത്തെ കുറിച്ച് 13ാമത്തെ ശ്ലോകത്തിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടില്ലേ? ഉണ്ടല്ലോ. കൃഷ്ണനാണ് പറഞ്ഞേക്കുന്നത് ഭഗവത്ഗീതയിൽ. എന്താ പറഞ്ഞിരിക്കുന്നത്? കൗമാരം ചെറുപ്പകാലം, അത് പിന്നിട്ട് പിന്നെ യൗവനമൊക്കെ വരും, പിന്നെ ജര, എല്ലാം വയസ്സാകാൻ തുടങ്ങും, ഇല്ലേ? അപ്പൊ ഭൗതികമായ അറിവ്, ശരീര സംബന്ധമായ കാര്യങ്ങളെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണ്. ആ വിഷയമാണ് ഇന്നത്തെ ശ്ലോകത്തിന്റെ അകത്ത് ഭഗവാൻ വീണ്ടും പറയുന്നത്. എന്താണ്? മാത്രാസ്പർശാത്മകംദേയ ശീതോഷ്ണ സുഖ ദുഃഖത. അതിന് ഉദാഹരണം പോലെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ശരീരവുമായി ബന്ധപ്പെടുത്തി. എന്താണ്? ഈ ചൂടും തണുപ്പും പോലെയാണ് ശരീരത്തിന്റെ മാറ്റങ്ങൾ. നീ അത് മനസ്സിലാക്കണം. അതിങ്ങനെ വന്നും പോയി ഇരിക്കും. കുറച്ചു കാലം നമ്മൾ ഈ ശരീരം ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? തീർന്നു, ശരീരം നശിച്ചങ്ങ് പോകും. അപ്പൊ ഭൗതികമായ കാര്യങ്ങളെല്ലാം താൽക്കാലികമായിട്ടുള്ളതാണ്. അത് കുറച്ചു കാലം കഴിയുമ്പോൾ അങ്ങോട്ട് വന്നും പോയി, അല്ലേ? ഈ ചൂടും തണുപ്പും വരുന്നത് പോലെയാണ് ശരീരത്തിന്റെ മാറ്റവും. അതാണ് ഇവിടെ ആരോട് പറഞ്ഞു കേൾപ്പിക്കുന്നത്? അർജുനോട് ഭഗവാൻ പറഞ്ഞു കേൾപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വ്യക്തമായി ശരീരത്തിന്റെ ആ കാര്യത്തെക്കുറിച്ച് വളരെ ഭംഗിയായി പഠിക്കണം. അപ്പൊ ഈ അറിവാണ് യഥാർത്ഥത്തിലുള്ള അറിവ്. അപ്പൊ ജീവാത്മാവ്, പരമാത്മാവ്, ഭൗതിക പ്രകൃതി, ആത്മീയ പ്രകൃതി, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിലുള്ള അറിവ്. ഇതാണ്. അല്ലാതെ വെറും നമ്മൾ ശാരീരികമായ കാര്യങ്ങളെ കുറിച്ച് മാത്രമുള്ള അറിവ് നേടിയത് കൊണ്ട് നമുക്ക് ശരിയായ അറിവ് ലഭിക്കുമോ? അപ്പൊ ശരിയായ അറിവ് എന്താണ്? ആത്മീയമായ അറിവ്, ആത്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ഭഗവത്ഗീതയില് ഭഗവാനും അർജുനനും തമ്മിലുള്ള സംഭാഷണത്തിനകത്ത് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ ആത്മാവിനെ കുറിച്ച് വിവരിക്കുന്നതിന് ഭൗതികമായ കാര്യങ്ങളെയും പറയേണ്ടി വരുന്നു, ഇല്ലേ? എന്തുകൊണ്ടാണ്? ആത്മാവിന്റെ ഇരിപ്പിടം എവിടെയാണ്? ശരീരത്തിന്റെ അകത്തല്ലേ. അപ്പൊ നമുക്ക് ആത്മാവിനെ കാണാൻ പറ്റുന്നുണ്ടോ? കാണാനും പറ്റുന്നില്ല, ഇല്ലേ? അപ്പൊ നമ്മൾ കാണാൻ പറ്റാത്ത ഒരു വസ്തുവിൽ നമ്മൾ സാധാരണ അറിവുകൊണ്ട് നമ്മൾ എന്ത് വിചാരിക്കും? ഇങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് കരുതി കളയും, അല്ലേ? അപ്പൊ കാണുന്നത് എന്താണ്? ശരീരമാണ് നമുക്കിപ്പോ ദൃശ്യമായിട്ടുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ഈ ശരീരമായിരിക്കും, അല്ലേ? അതുകൊണ്ട് എന്ത് പറ്റും? പൊതുവിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് വിഷമം ഉണ്ടാവും. മനസ്സ് നിയന്ത്രണം ഇല്ല. ധീരന്മാരായോ നമ്മൾ? ഇല്ല. അതാണ് ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിനകത്ത് പറഞ്ഞത്, ഇല്ലേ? ഭൗതിക പ്രകൃതി എന്താണെന്ന് നമുക്കറിയില്ല, ആധ്യാത്മിക പ്രകൃതി എന്താണെന്ന് അറിയില്ല, ഇല്ലേ? ആത്മാവ് എന്താണെന്ന് നമുക്കറിയില്ല, പരമാത്മാവ് ആരാണെന്ന് നമുക്കറിയില്ല, ഇല്ലേ? ജീവാത്മാവ് ആരാണെന്ന് അറിയാമോ? നമ്മൾ ആരാണെന്ന് നമുക്കറിയില്ല, അല്ലേ? ഈശ്വരൻ ആരാണെന്ന് നമുക്കറിയില്ല. ഈ ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോഴാണ്, ആ ശരിയായ അറിവ് നമുക്ക് ലഭിക്കുമ്പോഴാണ്, യഥാർത്ഥത്തിലുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക്, അതിൽ നിന്നെല്ലാം നമുക്ക് പിന്നീട് മോചനം ഉണ്ടാവും. എന്ത് മോചനം? ഈ വിഷമങ്ങളിൽ നിന്നുള്ള നമ്മളെ ഈ ഉത്കണ്ഠ എന്താണ്? സംഭ്രമം, അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്ന അല്ലേ?
എന്താണ് അസ്വസ്ഥത, ഇല്ലേ? പല വിധത്തിലുള്ള ചിന്തകളൊക്കെ മനസ്സിനകത്ത് വരിക, അസ്വസ്ഥത ആവുക, നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ചുകൊണ്ട്, ഇല്ലേ, കരഞ്ഞു വിളിക്കുക. ആ ഒരാൾ, നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ശരീരം വിട്ടുപോകുമ്പോൾ ഉടനെ നമ്മൾ നിലവിളിച്ച് കരയുക, അയ്യോ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞു, ഇല്ലേ? അതെന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള അറിവ് നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാണ്. ഇല്ലേ? ഭൗതിക പ്രകൃതിയും ആത്മാവ്, പരമാത്മാവ്, ഇല്ലേ, ജീവാത്മാവ്, ഇങ്ങനെയുള്ള പിന്നീട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒരു പഠനത്തിനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ അത് പഠിക്കാൻ ശ്രമിക്കുന്ന ഇല്ലാതെ വരുമ്പോൾ നമ്മൾ തീർത്തും ഏത് നിലയിലായിരിക്കും ഇരിക്കുന്നത്? അജ്ഞാനത്തിലാണ് നമ്മൾ കഴിയുന്നത്. അജ്ഞാനം നമുക്ക് എന്തുണ്ടാക്കും? യഥാർത്ഥത്തിൽ അജ്ഞാനം ഭയമുണ്ടാകും, അല്ലെ? ഇരുട്ട് പോലെയല്ലേ അജ്ഞാനം? ആണോ? അറിവില്ലാത്ത അവസ്ഥ നമുക്ക് ഭയം ഉണ്ടാക്കും, അല്ലേ? അപ്പൊ ശരിയായ കാര്യങ്ങൾ അറിവ് വരുമ്പോൾ നമുക്ക് എന്താ? നമ്മൾ ധീരനായിട്ട് മാറും. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഇപ്പൊ കാര്യങ്ങളൊക്കെ, നീ എന്നെ പഠിപ്പിക്കണ്ട, ഇതെല്ലാം എനിക്കറിയാം, ഇല്ലേ? അപ്പൊ നമുക്ക് ആ എന്താ പറയുന്ന ധീരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇല്ലേ? കാര്യങ്ങളെ കുറിച്ച് വിശദമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ധീരൻ. അതുകൊണ്ട് നമുക്കറിയാം ഈ ശരീരം എന്താണെന്നുള്ളത്, എന്ത് സംഭവിക്കുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വിശദമായി ഒരു ഗുരുവിൽ നിന്നും നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ യഥാർത്ഥ ഗുരു ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഇപ്പൊ ഭഗവാൻ ഇവിടെ ആരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു? അർജുനനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭൗതിക ലോകത്തിലുള്ള ഒരു ജീവൻ എന്നുള്ള നിലയിൽ നമ്മളെല്ലാം ഇപ്പൊ ആരെ പ്രതിനിധീകരിച്ചിരിക്കുന്നു? അർജുനനെ പ്രതിനിധീകരിച്ചിരിക്കുകയാണ്. അർജുനനും വിഷമസന്ധിയിലാണ്, ഇല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അർജുനൻ പറയുന്നു, ബന്ധുജനങ്ങളെയൊക്കെ വധിക്കാൻ പാടില്ല, അല്ലേ? അങ്ങനെ പറഞ്ഞില്ലേ? ഇല്ലേ? പോയ ശ്ലോകങ്ങളിലൊക്കെ കണ്ടതാണ്, ഇല്ലേ? നമ്മൾ വായിച്ചതാണ്. അവരൊക്കെ നമ്മളെ ഗുരുക്കന്മാരെ ഒന്നും കൊല്ലാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെ. അപ്പൊ അർജുനൻ പൊതുവിൽ കരുതിയിരിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ഈ ശരീരമാണ് എന്നാണ് അർജുനന്റെ നിലപാട്. അതായിരുന്നു മനസ്സിലാക്കിയത്. അപ്പൊ അതിനെ വിശദമായ രീതിയിൽ ഇവിടെ പഠിപ്പിക്കുകയാണ് ആര്? ഭഗവാൻ. അപ്പൊ ഗീത നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമല്ലേ? ഇല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ വെറും ഈ ശരീരമാണെന്ന് മാത്രം കരുതി അത്തരത്തിലുള്ള അറിവിൽ ഇങ്ങനെ സമയം വേസ്റ്റായി, ഇല്ലേ? ഒന്നും അറിയാൻ വയ്യാതെ ഒരു ദിവസം ശരീരം ഉപേക്ഷിച്ച് പോവുകയും ചെയ്യും. അങ്ങനെയാണോ വേണ്ടത്? അല്ല. അപ്പൊ അതുകൊണ്ട് അത് ആധികാരികമായ രീതിയിൽ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ആധികാരികത ആയിട്ട് നമുക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത് ആരാണ്? സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അത് ആ ഒരു ഗുരുപരമ്പരയിലൂടെ നമ്മൾ പഠിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ശ്ലോകത്തിൻ്റെ അകത്ത് ആ ഒരു ഉദാഹരണം കൊടുത്ത് പറയുകയാണ്. എന്താണ്? ചൂടും തണുപ്പും നമ്മൾ വരുന്നുണ്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവുന്നു. ആണോ? നമ്മളിപ്പോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ വരുമ്പോഴത്തേക്ക്? അല്ലേ? ഇവിടെ പറഞ്ഞ എന്താണ്? അപ്പൊ അർജുനോട് പറഞ്ഞു കേൾപ്പിക്കുന്നത് എന്താണ്? ഈ ഇപ്പൊ നമ്മൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇത്തരത്തിലുള്ളതാണ്. ഏത് വിധത്തിലുള്ള സ്ഥലമാണ്? ഇവിടെ ചൂടും ക്ഷണികങ്ങളാണ്, എന്ന് വെച്ചാൽ താൽക്കാലികമായ കാര്യങ്ങളാണ് നടക്കുന്നത്. എന്താണ്? ചില സമയത്ത് ചൂട് വരും, ചില സമയത്ത് തണുപ്പ് വരും, ഇല്ലേ? അതൊക്കെ മാറ്റങ്ങൾ വരുന്നതായിട്ട് നമുക്കിവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനെയൊക്കെ ഒരാള് ശരിയായ വിധത്തിൽ എന്ത് ചെയ്യാൻ ശ്രമിക്കണം? ഇതിനെയൊക്കെ സഹിക്കാൻ പഠിക്കണം. കണ്ടോ അവിടെ പറഞ്ഞ എന്താണ്? എന്താ പറയുന്ന? തിരിശ്വസ്വ. ഇവിടെ അതിന് കൊടുത്തിട്ടുണ്ട്. എന്താണ്? നീ സഹിക്കണം, ഇല്ലേ? സഹിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്തായിട്ട് തീരും? സഹനശക്തി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണെങ്കിൽ, മനസ്സൊക്കെ പ്രക്ഷുബ്ധമായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതം തന്നെ ഇവിടെ ശരിയായ വിധത്തിൽ നമുക്ക് ഇപ്പൊ അർജുനന്റെ അവസ്ഥ ഇപ്പൊ അറിഞ്ഞൂടെ? സ്വന്തം കർത്തവ്യത്തിൽ നിന്നും ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. ഇപ്പൊ നമ്മളും ആ നിലയിലാണ്. ശരിയായ വിധത്തിൽ ഈ ലോകത്ത് എന്ത് ചെയ്ത് ഈ ശരീരത്തിനെ നമ്മൾ ഇവിടെ നിന്ന് ശരിയായ ഒരു യാത്ര നടത്താനായിട്ട് നമുക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എന്തെല്ലാം വിധത്തിൽ ആൾക്കാർ അസ്വസ്ഥരാണ്. എന്തുകൊണ്ടാണത്? ശരിയായ കാര്യങ്ങളെ കുറിച്ച് വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ അത്തരത്തിലുള്ള ഒരു അവസരം കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അസ്വസ്ഥരാവാൻ. അതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തന്റെ കർത്തവ്യ നിർവഹണത്തിനിടയിൽ. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കർത്തവ്യങ്ങൾ അറിയാമോ? ഇല്ലേ? നമുക്കൊക്കെ ഇല്ലേ? കുടുംബത്തിൽ കഴിയുന്നവർക്ക് അവരുടേതായ കർത്തവ്യങ്ങളുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ ഓരോരോ കർത്തവ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. ഭഗവാൻ നമുക്ക് അതൊക്കെ പറഞ്ഞു തരും, ശരിയായ കർത്തവ്യങ്ങളെ കുറിച്ചൊക്കെ. അപ്പൊ അതിനിടയിൽ ഉണ്ടാകുന്ന സുഖദുഃഖങ്ങളുടെ വരവും പോക്കും സഹിക്കാൻ ഒരാൾ പഠിക്കണം. അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കൊടും തണുപ്പുള്ള മാഘമാസത്തിലും ജനുവരി ഫെബ്രുവരി ഒക്കെ നല്ല തണുപ്പുള്ള സമയങ്ങളാണ്, ഇല്ലേ? ഇവിടെ നമുക്ക് അത്ര തണുപ്പില്ലെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങൾ വേറെ ഉണ്ട്. നല്ല കൊടും തണുപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഉണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ കുളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബുദ്ധിമുട്ടായിരുന്നു. വെള്ളം വീഴുമ്പോൾ നമുക്ക് കുളിര് ഒക്കെ വന്നിട്ട് അപ്പൊ പലപ്പോഴും നമ്മൾ
അതിൽ നിന്നും ഒഴിവാകാൻ ശ്രമിക്കും. പക്ഷേ വൈദിക നിയമം അനുസരിച്ച് പറയുന്നത് എന്താണ്? ഇതൊരു തരം, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറയുന്നത്, മനുഷ്യ ജീവിതം യഥാർത്ഥത്തിൽ എന്താണ്? ഒരു തപശ്ചര്യയാണ്. തപശ്ചര്യക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ മനുഷ്യ ശരീരം. മറ്റുള്ള ജീവജാലങ്ങളെ പോലെയുള്ള ഒരു ശരീരമല്ല ഇപ്പോഴും നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ശരീരത്തിനെ നമുക്ക് ശരിയായ വിധത്തില് ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തുന്ന വിധത്തിലേക്കുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിന് അനുയോജ്യമായ ഒരു ശരീരമാണ് മനുഷ്യ ശരീരം. അപ്പൊ ഈ മനുഷ്യ ശരീരം കൊണ്ട് ശരിയായ വിധത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? അനുഷ്ഠിക്കാൻ. മറ്റുള്ള ജീവജാലങ്ങൾ എവിടെയും തപസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? എന്നാ മനുഷ്യര് ചെയ്യാൻ കഴിയില്ലേ? അപ്പൊ തപശ്ചര്യകളെ കുറിച്ചെല്ലാം വരുന്ന അധ്യായങ്ങളിൽ നമ്മൾ പഠിക്കും. മാനസികമായ തപസ് എന്താണ്, ശാരീരികമായ തപസ് എന്താണ്, ഇതെല്ലാം ഇനി അങ്ങോട്ട് പഠിക്കാൻ പോവുകയാണ്, ഇല്ലേ? അപ്പൊ നമ്മൾ ഇതൊക്കെ ഇപ്പോഴും തുടക്കത്തിൽ ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ആധ്യാത്മിക ജീവിതത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം. യഥാർത്ഥത്തിൽ എന്താണ്? ആത്മാവിന്റെ യഥാർത്ഥ ജീവിതം എവിടെയാണ്? ആധ്യാത്മിക തലത്തിലാണ്. ആ തലത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കേണ്ടത്. അപ്പൊ അത് ശരിയായ വിധത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതൊരു വിജ്ഞാന മേഖലയിലേക്ക് ഉയരണം. അറിവ് നേടിയത് കൊണ്ട് മാത്രമായോ? ഇപ്പൊ എല്ലാവർക്കും അറിയാം, കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ശരീരം എല്ലാം വൃത്തിയാവും, നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. കാര്യം അറിയാം, പക്ഷെ കുളിക്കാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? കാര്യം അറിയാം, കുളിച്ചു കഴിഞ്ഞാൽ ശരീരം വൃത്തിയാവും, അതൊക്കെ നമുക്കറിയാം. പറയുമ്പോ ഇതെല്ലാം പറയും, പക്ഷെ കുളിക്കുവോ? കുളിക്കത്തില്ല. അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കാര്യങ്ങളെല്ലാം അറിയാം, പക്ഷെ ആക്കുന്നില്ല. വിജ്ഞാനമാക്കുക പറഞ്ഞാൽ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നില്ല, അല്ലേ? തപശ്ചര്യ ചെയ്യണം, ഇതൊക്കെ നമ്മൾ ഇവിടെ വായിക്കുന്നു, കേൾക്കുന്നു, പഠിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ജീവിതത്തിലേക്ക് അത് പകർത്താൻ ചെയ്യുന്നുണ്ടോ? ശ്രമിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ മനുഷ്യ ജീവിതം യഥാർത്ഥത്തില് ഇത് അറിവ് നേടുക, അത് പിന്നെ എന്ത് ചെയ്യണം? അറിവ് നമ്മൾ യഥാർത്ഥത്തില് വിജ്ഞാനപ്രദം ആക്കണം. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? വിജ്ഞാനവേദിയിലേക്ക് ഉയരാൻ വേണ്ടി ഒരാൾ തനിക്ക് വിധിക്കപ്പെട്ട ധാർമ്മിക നിയമങ്ങൾ അനുസരിച്ച് തരണം. അപ്പൊ ധാർമ്മിക പ്രമാണങ്ങളുടെ അകത്ത് ഒരു മനുഷ്യന് വിധിക്കപ്പെട്ട കർമ്മങ്ങളെ കുറിച്ച് വേദങ്ങളുടെ അകത്ത് നമ്മുടെ ഓരോരുത്തർക്കും ഏതൊക്കെ നമ്മുടെ അവസ്ഥ അനുസരിച്ച് നമുക്ക് എന്തൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർ അതാണ് ധർമ്മം തു സാക്ഷാത് ഭഗവത്. ഇപ്പൊ ധാർമ്മിക ഗ്രന്ഥങ്ങളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന ആരാണ്? ഭഗവാനാണ്. ഭഗവത്ഗീത പറഞ്ഞത് ആര്? ഭഗവാൻ തന്നെയല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു തരുന്നത്, അല്ലേ? ചൂടും തണുപ്പും വരുമ്പോ കിടന്ന് നിലവിളിച്ച് തറയെ കിടന്ന് ഉള്ളാതെ താൽക്കാലികമായിട്ട് കുറച്ച് നാൾ വരും, അതങ്ങോട്ട് പോകും. ഇതുപോലെയാണ് ശരീരത്തിന്റെ എല്ലാ കാര്യങ്ങളും, ഇല്ലേ? അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് കിടന്ന് വിഷമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവസാനം ജര വന്ന് എന്തായിട്ട് തീരും? ഒരു ദിവസം ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പിന്നെ പോണതാര്? ജീവാത്മാ. അപ്പൊ ആ ആത്മാവിനെ കുറിച്ച് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അറിയാമോ? അറിയില്ല. അപ്പൊ അത് ഇനി ആര് തന്നെ പറഞ്ഞു തരണം? ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരണം. നമ്മൾ ആരാണ്, ഈ ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്, ഇതെല്ലാം ഭഗവത്ഗീതയിൽ വരുന്ന അധ്യായങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വേണോ വേണ്ടേ? തീർച്ചയായിട്ടും പഠിക്കണം. അപ്പോഴാണ് നമ്മൾ ഏത് നിലയിലേക്ക് ഉയരുന്നത്? ധീരന്റേതായ ആ നില. നമുക്ക് അറിവെല്ലാം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ കാര്യം, അല്ലേ? ആണോ? അല്ലേ? അപ്പൊ പഠിക്കാതെ നമുക്ക് ഒരു കാര്യങ്ങളും. അപ്പൊ ജ്ഞാനം നേടുക എന്നുള്ളത് അത് അത്യാവശ്യമാണ്. അപ്പൊ നേടിയ ജ്ഞാനത്തിനെ വിജ്ഞാനപ്രദമാക്കിയില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? അതും കാര്യമില്ല, ഇല്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മളത് പ്രവൃത്തിയിലേക്കും കൂടെ കൊണ്ടുവന്നെങ്കിൽ എല്ലാ കാര്യമുള്ളൂ. ഇല്ല എല്ലാം കേട്ട് നമ്മളിപ്പോ ശ്ലോകങ്ങളൊക്കെ കാണാപ്പാഠം പറയുക, അത് ഇതൊക്കെ ചെയ്യുക, പക്ഷെ കാര്യത്തിലോട്ടൊന്നും ഇല്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. അപ്പോ തപശ്ചര്യ ചെയ്യുന്നതിന് അനുയോജ്യമായ ഒരു ശരീരമാണ് എന്ത്? മനുഷ്യ ശരീരം തപസ്സനുഷ്ഠിക്കാനുള്ളതാണ്. ഭാഗവത്തിനകത്ത് പ്രത്യേകിച്ച് അത് പറഞ്ഞു. തപശ്ചര്യകൾ ചെയ്യാൻ അനുയോജ്യമായ ശരീരമാണ്. അപ്പൊ തപശ്ചര്യകൾ എന്താണ്, എങ്ങനെയാണെന്ന് നമുക്കിപ്പോ അറിയാമോ? വാക്കുകൊണ്ടുള്ള തപസ്, മനസ്സുകൊണ്ടുള്ള തപസ്, ശരീരം കൊണ്ടുള്ള തപസ്, ഇതൊക്കെ നമുക്കറിയാമോ? അറിഞ്ഞു. അപ്പൊ ഇതൊക്കെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിനാണ് നമ്മളിപ്പോ ഇവിടെ എന്ത് ചെയ്യുന്നത്?
നമ്മളിവിടെ ഈ സത്സംഗം പോകും. അപ്പൊ ഇത് പഠിക്കേണ്ടത് ചെയ്യേണ്ട കാര്യം അത്യാവശ്യമായ കാര്യമല്ലേ? അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ അന്തം വിട്ട് ജീവിച്ച് ഒരു ദിവസം അല്ലേ, അതിന് അജ്ഞാനത്തിൽ ജീവിച്ച് ഒരു ദിവസം അജ്ഞാനം അല്ലേ? അപ്പൊ മനുഷ്യ ജന്മത്തിൽ നമ്മൾ അജ്ഞാനം നിന്നും അകന്ന് ശരിയായ അറിവിലേക്ക് വരേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണത്. നമ്മൾ അത് പഠിക്കാനുള്ള ചുമതല നമുക്ക് സ്വയം ഉള്ളതാണ് ഇല്ലേ? നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മൾ തന്നെ ഉള്ളൂ ഇല്ലേ? വേറെ ആരെങ്കിലും ഉള്ളൂ? നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ, നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നെ ഈശ്വരൻ അനുവദിച്ച് തന്നിട്ടുണ്ട് ഇല്ലേ? നമ്മളത് ചെയ്യുന്നുമുണ്ട്. പക്ഷെ അത് ഏത് വിധത്തിലാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് നമുക്ക് അറിയില്ല. അതാണ് ഇവിടെ ഒരു വിഷയം. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നെന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? വേനൽ ചൂട് ഏറ്റവും അസഹ്യമായ മെയ് ജൂൺ മാസങ്ങളിലും കുടുംബിനികൾ അടുക്കള പണി ചെയ്യും. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അല്ലേ? ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല അല്ലേ? അപ്പൊ ആ ഒരു ഉത്തരവാദിത്തമാണത് ഇല്ലേ? കുടുംബിനികൾ തീർച്ചയായിട്ടും വേർപ്പൊക്കെ തുടച്ച് നമ്മൾ എങ്ങനെയെങ്കിലും അത് ചെയ്ത് മറ്റുള്ളവർക്കും കൂടി ഗുണകരമാക്കി കൊടുക്കും. അപ്പോ ഇതിന്റെ പിന്നില് ഇതൊരു തരത്തിൽ എന്താണ്? തപശ്ചര്യയാണ്. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യേണ്ടതല്ലേ ഇല്ലേ? ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോലും അറിയില്ല. എന്തിനു വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതറിഞ്ഞുകൂടെ നമ്മൾ എല്ലാരും ചെയ്യുന്നു, നമ്മളും ചെയ്യുന്നു. ഇതല്ലേ ഇപ്പോഴത്തെ അവസ്ഥ അല്ലേ? അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ആർക്കാ? അതാണ്. അപ്പോ ആഹാരം നമ്മൾ പാചകം ചെയ്ത് നമ്മൾ സ്വയം കഴിക്കുന്നു. യഥാർത്ഥത്തില് ഈ ആഹാരം ഇതൊക്കെ എന്താണ്, ഇത് ആരാണ് യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും, അതൊക്കെ മനസ്സിലാക്കും. അപ്പൊ നമുക്ക് നമ്മുടെ സംശയങ്ങളൊക്കെ മാറും. യഥാർത്ഥത്തിൽ ഇതൊക്കെ സ്വീകരിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് മനസ്സിലാക്കും, പഠിക്കും ഇല്ലേ? ഇപ്പൊ നമുക്കറിയാവുന്നത് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെ അല്ലേ? അതിനപ്പുറത്തോട്ട് ഒന്നും അറിയില്ല. കുഴപ്പമില്ല. കാരണം എന്താണ്? എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനുള്ള അവസരം ആര് തരും? ഭഗവാൻ തരും. താല്പര്യം ആഗ്രഹം ഇല്ലെങ്കിൽ അങ്ങനെയാണ് അല്ലേ? അപ്പൊ നമ്മളിപ്പോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു ചെറിയ മാറ്റം മാത്രമാണ് വരുത്തേണ്ടത്. എന്താണ്? ഒരു ശരിയായ ഒരു ഗുരുവിലൂടെ നമ്മൾ ഇത് പഠിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്താണ്? കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ലേ? ഇവിടെ പറഞ്ഞിട്ട് എന്താണ്? ചൂടുകാലത്ത് നമ്മൾ സഹിക്കുക, അത് ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഇല്ലേ? അപ്പൊ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ശരിയായ വിധത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അത് വിജ്ഞാനമാക്കുന്നുണ്ടോ? അറിവൊക്കെ പലർക്കും ഉണ്ട്. പല വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുകയും പല കാര്യങ്ങളും നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ അത് ശരിയായ വിധത്തിലേക്ക് അത് വരുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം. അപ്പൊ അതിന് വേണ്ടി നമുക്ക് ഒരു ഗുരുവിനെ വളരെ അത്യാവശ്യമാണ്. ഇവിടെ ഇപ്പൊ അർജുനൻ ആരെ ഗുരുവായി സ്വീകരിച്ചു ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അർജുനന്റെ നിലയിൽ ഇനി പേടിക്കേണ്ടതായിട്ടുണ്ടോ? അപ്പോ ഇല്ലേ? അപ്പൊ ശരിയായ ഒരു ഗുരുവിനെ ലഭിക്കുന്നതോടുകൂടി നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു ഏകദേശ പരിഹാരം അവിടെ ആണ്. അപ്പൊ ഗുരുവില്ലാതെ നമുക്ക് ഭൗതികമായ കാര്യങ്ങളായിരുന്നാലും ശരി, ആധ്യാത്മിക കാര്യങ്ങളായിരുന്നാലും ശരി, ഗുരു വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടാണ് അർജുനൻ വാദിച്ചത്. ആരെയൊക്കെ വധിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു വാദിച്ചത്? ഭീഷ്മരെ ദ്രോണരെ ഒന്നും കൊല്ലാൻ പാടില്ല, അവരൊക്കെ നമ്മുടെ ഗുരുജനങ്ങളാണ്. ഗുരുജനങ്ങളോട് വാക്സമരത്തിൽ പോലും ഏർപ്പെടാൻ പാടില്ല. അവരോട് വെറുതെ കൊണ്ട് സൗണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, അങ്ങോട്ട് ഇങ്ങോട്ട് അടിക്കുന്നത് പോലും, അതുപോലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഗുരുജനങ്ങള്, ശരിയായ ഗുരുക്കന്മാര് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അവരുടെ ഒരു അനുഗ്രഹം നമുക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട് ആര്? അർജുനൻ അതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അർജുനൻ ഇവിടെ ഭഗവാനോട് പറഞ്ഞു എന്ത് പറഞ്ഞു? ഇത്തരത്തിലുള്ള ഈ വിഷമങ്ങളിൽ നിന്നും എനിക്ക് മോചനം തരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 3 ലോകത്തിലും ആരെയും കാണുന്നില്ല അങ്ങേ അല്ലാതെ. കൃഷ്ണനോട് പറഞ്ഞില്ലേ ഇല്ലേ?
മൂന്ന് ലോകത്തിലും ഞാൻ വേറെ ആരെയും കാണുന്നില്ല, അങ്ങയ്ക്ക് മാത്രമേ എന്നെ ശരിയായ അവസ്ഥയിലേക്ക് എന്റെ ശ്രേയസിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഇല്ലേ. അപ്പൊ ശ്രേയസ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശ്രേയസ് ഇല്ലേ, വെറും പിന്നീട് ധനസമ്പാദനം മാത്രമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണോ മനുഷ്യ ശരീരം നമുക്ക് തന്നത്? ആണോ? പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ മനുഷ്യ ജീവിതം? അതിനു വേണ്ടിയുള്ളതാണോ? പൈസ ഉണ്ടാക്കുക, എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരിക, തിന്നുക, കിടന്നുറങ്ങുക, വീണ്ടും ജപിക്കുക, തിന്നുക, ഉറങ്ങുക, ഇങ്ങനെയാണ്. വിഷമം വരുമ്പോ കരഞ്ഞ് നിലവിളിക്കുക. ഇതിനുള്ള മനുഷ്യ ജീവിതം അങ്ങനെയാണോ? ആണോ? അല്ല. അപ്പൊ മനുഷ്യ ജീവിതം ഇവിടെ പറഞ്ഞതനുസരിച്ചിട്ട് എന്താണ്? ഉണ്ടോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിജ്ഞാനവേദിയിലേക്ക് ഉയരാൻ വേണ്ടി ഒരാൾ തനിക്ക് വിധിക്കപ്പെട്ട ധാർമ്മിക നിയമങ്ങൾ അനുസരിക്കട്ടെ. ഇപ്പൊ ധാർമ്മിക നിയമങ്ങൾ എന്താണെന്ന് അറിയാൻ വയ്യാതെ പിന്നെ എങ്ങനെ അനുസരിക്കും? അല്ലേ? നമുക്കേ അറിയില്ല ധാർമ്മിക നിയമങ്ങൾ എന്താണ്, എങ്ങനെയാണ്, ഇല്ലേ? അപ്പൊ അതൊക്കെ നമ്മൾ ഒരു ഗുരുവിൽ നിന്നും പഠിക്കേണ്ടതായിരിക്കുന്നു. അങ്ങനെ നമുക്കും മനസ്സിലാക്കാൻ പറ്റും യഥാർത്ഥത്തില് ധർമ്മം എന്താണ്, അധർമ്മം എന്താണ്. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്കും ജീവിതത്തിലെ ഉദ്ഗതി ഉണ്ടാവും, ഇല്ലേ? ഉയർന്ന ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും, ഇല്ലേ? അപ്പൊ ഉയർച്ചയാണ് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എന്ത് പഠനമാണ് നമുക്ക് വേണ്ടത്? ആധ്യാത്മികമായ പഠനമാണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. എന്തുകൊണ്ടാണ്? നമ്മൾ യഥാർത്ഥത്തില് ആധ്യാത്മിക പ്രകൃതിയിൽ അവരാണ്. അതുകൊണ്ട് ആധ്യാത്മിക പ്രകൃതിയെ ഉപേക്ഷിച്ചു കൊണ്ടിട്ടുള്ള ഒരു ജീവിതം യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് തരില്ല? സന്തോഷവും സംതൃപ്തിയും തരില്ല. അത് ഉറപ്പാണ്. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഇത്രയും കാലമൊക്കെ ആയതിനു ശേഷം നമ്മൾ സംതൃപ്തരാണോ? ഒരിക്കലുമല്ല. ആത്മാർത്ഥമായി ചോദിച്ച് ആൻസർ പറയുകയാണെങ്കിൽ നമ്മൾ അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. എല്ലാവർക്കും എല്ലാം ഉണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ നമുക്ക് ഇതുവരെ ശരിയായ സംതൃപ്തി കിട്ടിയിട്ടില്ല. കാരണം എന്താണ്? ശരിയായ വിധത്തിൽ നമ്മൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും ബന്ധപ്പെടേണ്ടതുമായ കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നില്ല. കാരണം വൈദിക ധർമ്മങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിട്ടില്ല. ഇപ്പൊ നമ്മൾ തോന്നുന്ന പോലെ, മനസ്സിൽ തോന്നുന്ന പോലെ ഓരോന്ന് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അതാണ് ഈ കുഴപ്പത്തിന്റെ കാരണം. അപ്പൊ അത് ശരിക്കും ഇവിടെ ഇപ്പൊ ആര് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്? ഭഗവാൻ അർജുനനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവരവരുടേതായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്തും ചെയ്യണം, ഉപേക്ഷിക്കാൻ പാടില്ല, ഇല്ലേ? നമുക്ക് നമ്മുടേതായ ഓരോ കർത്തവ്യങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ആൾക്കാർ പൊതുവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? എനിക്ക് സമയം. അപ്പൊ ഈ കിട്ടിയ സമയം മൊത്തം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? അവർക്ക് പറയുന്നത് എന്താണ്? അത് വീട്ടിലത്തെ കാര്യം നോക്കണ്ടേ, അത് ചെയ്യണ്ടേ, ഇത് ചെയ്യണ്ടേ, അങ്ങനെ ചെയ്യണ്ടേ, ഇങ്ങനെ ചെയ്യണ്ടേ, ഒരു 100 കാര്യങ്ങൾ അതിന് മറുപടി ഉണ്ടാവും. പക്ഷെ ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കറിയാം. അപ്പൊ അതാണ് ഇവിടെ പറയുന്ന അജ്ഞാനം. അപ്പൊ എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്നുണ്ട്, ശരീരം കൊണ്ട് വളരെ കഠിനമായി. നമ്മൾ ഭഗവത്ഗീതയിൽ അത് പറഞ്ഞിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് നമ്മൾ ഈ ലോകത്ത്. യഥാർത്ഥത്തിൽ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യങ്ങൾ ഉണ്ടോ എന്ന് പോലും നമ്മൾ പിന്നെ മനസ്സിലാക്കും, ഇല്ലേ? അപ്പൊ യാഥാർത്ഥ്യം എന്തെന്ന് തിരിച്ചറിയുക, അത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ ശ്ലോകത്തിന്റെ അകത്ത് പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞിരിക്കുന്നു, എന്താണ്? ശരീര സംബന്ധമായ കാര്യങ്ങളൊക്കെ ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും ഗതിവിഗതികൾ പോലെ അത്രേ. അത് ഇന്ദ്രിയ അനുഭൂതികളിൽ നിന്ന് അവയുണ്ടാകും. ഇന്ദ്രിയ അനുഭൂതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ശരീരത്തിലാണ് ഇത് അനുഭവപ്പെടുന്നത്. ആണോ? ചൂട് അനുഭവപ്പെടുന്നത് എവിടെയാണ്? തണുപ്പോ? ശരീരത്തിലാണ്. അപ്പൊ അതാണ് ഇന്ദ്രിയ അനുഭൂതികളിൽ നിന്ന് ആണ് ഉണ്ടാവുന്നത്. പക്ഷെ അത് ഒരേപോലെ നിൽക്കുമോ? ഉണ്ടോ? ഇല്ല. അപ്പൊ സുഖവും ദുഃഖവും എല്ലാം മാറി മാറി വരികയും പോവുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് ബുദ്ധിയുള്ള ഒരാളത് ശരിക്കും മനസ്സിലാക്കി സഹിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകാനുള്ള ശ്രമം നടത്തണം. സഹിക്കാൻ തയ്യാറാണോ? തയ്യാറായില്ലെങ്കിലോ നിലവിളിച്ച് അർജുനന്റെ അവസ്ഥയെ കിടക്കാനേ പറ്റും, അല്ലേ? ഇല്ലേ? കരഞ്ഞു വിളിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലേ? ബുദ്ധിപൂർവ്വം നമ്മൾ ഭഗവാന്റെ വാക്കുകൾ കേട്ട് അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യജന്മത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യമാണ്.
ഭഗവാന്റെ വാക്കുകൾ വിശ്വാസപൂർവം പഠിക്കുക, മനസ്സിലാക്കുക, അതനുസരിച്ചിട്ട് ജീവിതത്തിൽ ചിട്ടപ്പെടുത്തി ജീവിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സഹായത്തിന് ആരുണ്ടാവും? ഭഗവാൻ തന്നെ ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്നു, അർജുനനെ സംബോധന ചെയ്യാൻ ഉപയോഗിച്ച 2 പേരുകളും ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നു. എന്താണ്? കൗന്ദേയ എന്ന പദം അദ്ദേഹത്തിന്റെ മാതൃഭാഗത്തു നിന്നുള്ള രക്തബന്ധത്തെയും ഭാരത എന്ന പദം പിതാവിന്റെ ഭാഗത്തു നിന്നുള്ള മാഹാത്മ്യത്തെയും സൂചിപ്പിക്കുന്നു. 2 വിധത്തിലും പൈതൃകം ശരിയായ കൃത്യനിർവഹണത്തിലുള്ള ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? അർജുനൻ യഥാർത്ഥത്തിൽ ക്ഷത്രിയനാണ്. ക്ഷത്രിയന് യഥാർത്ഥത്തിൽ അധർമ്മത്തിനെതിരെ പോരാടേണ്ട, യുദ്ധം ചെയ്യേണ്ട അത് അദ്ദേഹത്തിന്റെ കർത്തവ്യമാണ്. ഒരു ക്ഷത്രിയന്റെ ധർമ്മം അധർമ്മത്തിനെതിരെ പോരാടുക എന്നുള്ളതാണ്. ആ സമയത്ത് എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്ന കാര്യം നടക്കൂ? ഇല്ലേ? അപ്പൊ നമ്മളെയും അത് ആ നിലയിൽ പഠിപ്പിക്കുകയാണ്. നമുക്കും നമ്മുടേതായ ഓരോ വിധത്തിലുള്ള ഡ്യൂട്ടികളുണ്ട്. ഭഗവാനുമായി ബന്ധപ്പെടുത്തി നമ്മൾ അത് ചെയ്യണം എന്നുള്ളത് ആണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നമുക്കും പിന്നീട് ഭാരതത്തിനകത്ത് ജനിച്ചവരല്ലേ നമ്മൾ. വിദേശങ്ങളിലുള്ള ധാരാളം പേര് പറയാറുണ്ട്, നമുക്ക് ഇവിടെ ജന്മം കിട്ടാത്തതിൽ വളരെ വിഷമമുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എത്രയോ ശ്രേഷ്ഠമായ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ജന്മം കിട്ടി ഇല്ലേ? അപ്പൊ എന്നിട്ട് നമ്മളത് തിരിച്ചറിയുന്നുണ്ടോ? ആ വില നമുക്കറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. മണലാരണ്യങ്ങളിലൊക്കെ ചൂടത്ത് ഞാൻ കുറച്ചു കാലം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ചൂടാണ്. അതുപോലെ തണുപ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ കൺട്രിയിലൊക്കെ ഐസായിപ്പം വെളിയിറങ്ങാൻ പറ്റത്തില്ല ഇല്ലേ? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കേരള ഭൂമി നമുക്ക് വളരെ സുഖകരമായ അവസ്ഥയിലുള്ള ഒരു ജന്മമാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും എന്താവുകയും ചെയ്ത് അല്ലേ? ഭൗതിക സുഖം കൂടുന്നതിനനുസരിച്ചിട്ട് പിന്നെ എന്ത് സംഭവിക്കും? അഹങ്കാരം കൂടും ഇല്ലേ? കുറച്ച് കാശും കാര്യങ്ങളൊക്കെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെയും വക വയ്ക്കത്തില്ല. തോന്നും പോലെ അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ ആരുടാന്ന് ചോദിച്ചോണ്ട് ഇല്ലേ? അപ്പൊ അതല്ല വേണം. അതൊന്നും നമ്മളെ ശരിയായ നിലയിലേക്ക് ഉയരാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തും. അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ പ്രാധാന്യമൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ഈശ്വരൻ നമ്മൾ വളരെയധികം കനിവ് കാട്ടിയിരിക്കുകയാണ് ഇല്ലേ? ഇത്രയും സൗകര്യങ്ങളും കാര്യങ്ങളും നമ്മൾ തന്നിട്ട് നമ്മൾ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലേ? ഒരു സത്സംഗത്തിലോട്ട് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ആ കൂടി ഇന്നത്തെ ദിവസം എത്ര പേരുണ്ട്? നിങ്ങൾ തന്നെ പറയൂ, എത്ര പേരുണ്ട്? ചായയും വടയും ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ചായ സ്കൂളിൽ കഴിക്കാറില്ല. എന്തോ ഒരു ലഹരി പദാർത്ഥങ്ങൾ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. ചായ ഒരു ലഹരി പദാർത്ഥമായിട്ട് നമ്മൾ അത് ഉപേക്ഷിച്ചിട്ടുണ്ട്. ആ പാല് കുടിക്കാം, മറ്റ് വെള്ളം പലതും ഉണ്ടല്ലോ കഴിക്കാൻ വേണ്ടി, ജ്യൂസുകൾ കഴിക്കാമല്ലോ ഇല്ലേ? അപ്പൊ പിന്നീട് കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കുഴപ്പമില്ല, നമുക്ക് കഴിക്കണ്ട എന്ന് ഭഗവാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഇല്ല. പക്ഷെ കഴിപ്പ് മാത്രമായാലോ? അപ്പൊ അത് മാത്രമല്ലേ ഉള്ളൂ, കഴിപ്പ് മാത്രമേ ഉള്ളൂ ഇല്ലേ? അതല്ല. നമുക്ക് കഴിച്ച് ശരീരത്തിന് ശക്തി ഉണ്ടായാൽ ആ ശക്തി ആർക്ക് വേണ്ടി പ്രയോഗിക്കണം? ഭഗവാന്റെ സേവനത്തിന് വിനിയോഗിക്കണം ഇല്ലേ? കഴിക്കുന്നുണ്ടൊന്നും തെറ്റൊന്നുമില്ല ഇല്ലേ? ഇതിപ്പം അതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഈ ശ്ലോകം വളരെ ശ്രേഷ്ഠമായതാണ്. എല്ലാവരും പിന്നീട് ചൂടും തണുപ്പൊക്കെ സഹിച്ച്, നമുക്ക് അത്രയും ചൂടും തണുപ്പും ഇവിടെ ഇല്ല, അതൊരു സത്യമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിവിടെ പഠിക്കുന്നെങ്കിലും നമുക്കത് ഫീൽ ചെയ്യില്ല. എന്നാൽ പിന്നീട് ഐസ് സ്ഥലത്ത് ഇരിക്കുന്നവരടുത്ത് ഇത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും, അയ്യോ സത്യമാണേന്ന് വിളിക്കും ഇല്ലേ? ഉഷ്ണസ്ഥലത്ത് ഇരുന്ന് അനുഭവിച്ചവർക്കറിയാം അത്ര. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്? അതൊക്കെ സഹിക്കുന്നു, അല്ലാതെ വേറെ വഴിയില്ല. അപ്പൊ അതാണ് എന്തുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് ജയിലിൽ ശിക്ഷ കിട്ടി, ജയിലിനകത്ത് ആയിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ജീവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് നിന്നേ പറ്റൂ, സഹിച്ചേ പറ്റൂ. കാരണം എന്താണ്? അതിനകത്ത് പെട്ടുപോയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഈ ഭൗതിക ലോകത്തിന്റെ അകത്ത് വന്ന് പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും എന്തിൻ്റെ അകത്ത്? ഈ ഒരു ശരീരത്തിന്റെ അകത്ത് പെട്ടിരിക്കുകയാണ് അല്ലേ? ശരീരത്തിനകത്ത് പെട്ടപ്പോ ഈ ശരീരത്തിന് തന്നെ അതിൻ്റെതായ ഓരോ പ്രശ്നങ്ങളും ഉണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സഹിച്ചേ പറ്റും ഇല്ലേ? അത് അതിന്റെ വഴിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇല്ലേ? ചെറുപ്പകാലത്തൊക്കെ യൗവനത്തിലൊക്കെ ഓടിച്ചാടി പോയിക്കൊണ്ടിരുന്ന് ഇപ്പൊ പറ്റുന്നുണ്ടോ? ഉണ്ടോ? കാലൊക്കെ മടങ്ങാൻ ഇരിക്കാനൊക്കെ വലിയ പാട് ഇല്ലേ? കസേരയൊക്കെ വേണം ഇല്ലേ? അങ്ങനെ ആയി ഇല്ലേ? അതായെന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ?
ഒരു കാര്യവുമില്ല. കാരണം എന്താണ്? ഇതെല്ലാം ഈ മാറ്റം സ്വാഭാവികമായും സംഭവിക്കും. അപ്പൊ അതിന് നമുക്ക് ആദ്യം എന്ത് വേണം? ബുദ്ധി വേണം ഇതൊക്കെ മനസ്സിലാക്കാൻ, ഇല്ലേ? അപ്പൊ ഭഗവാനിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് പഠിക്കുന്നവർ യഥാർത്ഥത്തിൽ ആരാണ്? യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാരാണ്. ബുദ്ധിയുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടാൽ മനസ്സിലാക്കാൻ കഴിയും. ഇല്ലെങ്കിൽ മടയന്മാരുടെ അടുത്ത് വിളിച്ച് കുറച്ച് കഴുതകളെ കൂടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് ഇത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് വല്ല പിടി കിട്ടുമോ? ഭഗവത്ഗീത പഠിച്ച് കേൾപ്പിച്ച കഴുതയ്ക്ക് വല്ല പിടി കിട്ടുമോ? ഇല്ലേ? അപ്പൊ നമ്മൾ കഴുതയെ പോലെ ജീവിച്ച് വെറുതെ മരിച്ചു പോകേണ്ടവരാണോ? അല്ല, ഒരിക്കലുമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഭഗവത്ഗീത നന്നായി പഠിക്കുക. അടുത്ത ആഴ്ചയിൽ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരിക. നന്നായി അവർക്കും ഭഗവാന്റെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഇതിൽ ഒരു കാര്യമുള്ളത്, ഇപ്പം വേറൊരാൾ വരുന്നുണ്ടോ വരുന്നില്ലേ എന്നുള്ള ഒരു കാര്യം ഒരു വിഷയമല്ല. കാരണം എന്താണ്? നമ്മുടെ സ്വന്തം കാര്യം ഏത് വിധത്തില് ഭഗവാനുമായിട്ട് ഇപ്പോ യുദ്ധകളത്തിനകത്ത് രണ്ട് സ്ഥലത്തും എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. അർജുനൻ പറഞ്ഞോ, നിങ്ങൾ എല്ലാവരും കൂടി വരും, നമുക്ക് ഒരുമിച്ച് കൃഷ്ണന്റെ അടുത്ത് നിന്ന് ഈ വിഷമം മാറ്റാം എന്ന് പറഞ്ഞോ? എന്തെങ്കിലും ഒരു ശരിയായ വിഷമം വരുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഒതുങ്ങും. എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. അന്നേരത്ത് ആരും കാണില്ല. നമ്മൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഒതുങ്ങും. ഒറ്റയ്ക്ക് തന്നെ വന്നവരാണ്, ഒറ്റയ്ക്ക് തന്നെ തിരിച്ചും പോകുന്ന സമയത്തും ആരും കൂടെ വരത്തില്ല. വരൂ. ആ, അതിന് ഇത് സുഹൃതം, നിങ്ങൾക്ക് എല്ലാവർക്കും സുഹൃതം ഉള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃതം മറ്റുള്ളവർക്കും കൂടി പങ്കുവയ്ക്കാം. അല്ലേ? നിങ്ങളുടെ ഈ സുഹൃതം കൊണ്ടൊക്കെ തന്നെ മറ്റുള്ളവരും വരാനുള്ള അവർക്ക് ആ അനുഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്കും മറ്റുള്ളവരെ വിളിച്ചു വരുത്താം കേട്ടോ. ശരി. അപ്പൊ ഇന്നത്തെ ഇതിനകത്ത് എന്തെങ്കിലും ചെറിയ ചോദ്യമോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനോ ഉണ്ടോ? തന്നെ ഇത് പാരമ്പര്യം അനുസരിച്ചിട്ട് ഭാരത ഭൂമിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഭരതന്റെ പേരിലാണ് ഈ ഭാരതവംശം എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ പേര് പറയുന്നത്. രാജകുടുംബം ആണല്ലോ അവരുടെ വരുന്ന, ക്ഷത്രിയ കുടുംബം അല്ലേ രാജഭരണം, അത് അങ്ങനെ വരുന്ന. അതുകൊണ്ടാണ് അത് പരമ്പരയായിട്ട് വരുന്നതാണ്. ഭാരതഭൂമി എന്നല്ലേ അറിയപ്പെടുന്നത്. ഭരതന്റെ ഇതുമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. കാരണം എന്താണ്? കൃഷ്ണന്റെ അവതാരമായിട്ടല്ലേ പണ്ട് ഇതിന് ഇളാവൃതം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നു ഭാരതഭൂമിയെ. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും നമുക്ക് അറിയാം, ഭാരതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭരത രാജാവിന്റെ ആ പരമ്പരയാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെയൊക്കെ പല കഥകളും ഉണ്ട് ഇതിന്റെ പിറകിൽ. അപ്പൊ അതിവിടെ എടുത്തു കാണിക്കാൻ ഭഗവാൻ അത് പറയാൻ കാരണം, ഇത്തരത്തിലുള്ള അവരുടെ എല്ലാം ജീവിത കാര്യങ്ങൾ ഭാഗവത്തിനകത്തുള്ളൂ. അവരെത്ര ശ്രേഷ്ഠമായ രീതിയിൽ ഭഗവാനുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള തപശ്ചര്യകളൊക്കെ അനുഷ്ഠിച്ചിരുന്നത്, അത് അർജുനോട് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അതുകൊണ്ട് നീയും അവരുടെ പാതയെ പിന്തുടരണം എന്നാണ് ഇവിടെ എടുത്തു കാണിച്ചിരിക്കുന്നത്. ആ പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത്, എടുത്തു കാണിച്ചത്. കൃഷ്ണൻ എടുത്തു കാണിച്ചത് എന്താണ്? നമ്മളും പറയടാ, നിന്റെ അച്ഛന് എത്ര നല്ല ആളായിരുന്നു, നീ എന്ത് ഇങ്ങനെ ആയിപ്പോയെന്ന് ഇപ്പൊ ചിലപ്പോ ചോദിക്കില്ലേ? ഉദാഹരണം കാട്ടി കാണിക്കില്ലേ? അതേപോലെയാണ് ഭഗവാനും പറഞ്ഞിരിക്കുന്നത്, ഇല്ലേ? ആ ശ്രേഷ്ഠരായ അവരൊക്കെ എത്രമാത്രം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലേ ജീവിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ പിന്നീട് തപശ്ചര്യകളൊക്കെ ശരിയായ വിധത്തിൽ അത് അനുഷ്ഠിച്ച് ജീവിതത്തിന് മഹാത്മ്യപ്പെടുത്തിയവരാണ്. അപ്പൊ അതൊക്കെ നീയും അത് മനസ്സിലാക്കൂ എന്നുള്ള രീതിയിലാണ് ഇവിടെ എടുത്ത് ആ സംബോധന നടത്തിയത്. അതാണ്. അപ്പൊ നമ്മളും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ആ നിലയിലും നമ്മുടെയും ആ പാരമ്പര്യം, നമ്മളും ഭാരതഭൂമിയിലുള്ളവരാണ്, ഇല്ലേ? നമുക്കും ആ മാഹാത്മ്യത്തെ മനസ്സിലാക്കി
നമുക്കും അതനുസരിച്ചിട്ട് അവരെയൊക്കെ കാലടികളെ പിന്തുടരാം കേട്ടോ. ആ ഗുരുപരമ്പരയൊക്കെ നമുക്കും പിന്തുടരാം. അത് നമുക്കും അത് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നതിൽ വളരെ നല്ലതാണ്. പിന്നെ വേറെ ചെയ്യാൻ പോയപ്പോഴല്ലേ കൃഷ്ണ പിന്നെ ഉപദേശം കൊടുക്കുന്നത് പിന്നെ അർജുനന്. അപ്പൊ ആ ടൈം ഇത്രയും ശ്ലോകങ്ങളുണ്ടല്ലോ, ഇത്രയും ഉപദേശം കൊടുക്കാനുള്ള ടൈം ചെറിയ സമയം ഇത്രയും ശ്ലോകം പറഞ്ഞു കൊടുക്കാനുള്ള സമയം മനസ്സിലായി സാർ. നമ്മൾ ഈ പഠിക്കുമ്പോ ഇത്രയും കാലം കൊണ്ടല്ലേ ഇത് പഠിക്കുന്നത്. അപ്പോഴതിന് സമയം വളരെ അത്തരത്തിലുള്ള സമയം മതി. അവർക്ക് അത്ര ബുദ്ധിയുള്ള ആൾക്കാരായിരുന്നു. പെട്ടെന്ന് അത് ഗ്രാസ് ചെയ്യാൻ ഇതില് ഭഗവത്ഗീതയിലുള്ള ഈ സംസ്കൃത ശ്ലോകങ്ങൾ യഥാർത്ഥത്തിൽ ഇത് അവിടെ ചർച്ച നടന്നത് തന്നെയാണ്. അപ്പൊ അത് എത്ര സമയം കൊണ്ട് അവർ തമ്മിൽ പറയുകയും കേൾക്കുകയും ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് അവർ തമ്മിലുള്ള ആശയവിനിമയത്തിനകത്തുള്ള കാര്യമാണ്. അത് അവർക്ക് എത്ര പെട്ടെന്ന് ചെയ്യാൻ കഴിയുമോ ഇല്ലേ എന്നുള്ളൊരു കാര്യം നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാണ്? അത് ഭഗവാനും അർജുനനും തമ്മിലുള്ള ഒരു സംഭാഷണമായിരുന്നു. അപ്പൊ അത് നമ്മളത് മനസ്സിലാക്കി നമ്മളെ സമയവുമായി ബന്ധപ്പെടുത്തി അതിനെ കാണാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. ആ പറഞ്ഞ ആശയം, ആ ശ്ലോകം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതാണ് നമുക്ക് വേണ്ടത്. ഇല്ലാതെ ഇപ്പൊ 5 മിനിറ്റ് കൊണ്ടാണോ 10 മിനിറ്റ് കൊണ്ടാണോ അരമണിക്കൂർ കൊണ്ടാണോ ഭഗവാൻ പറഞ്ഞത്? അപ്പൊ അത് അവിടെ ഭഗവാൻ നേരിട്ടാണത് അവിടെ പറയുന്നത്, ചെയ്യുന്നത്. അപ്പൊ അതും നമ്മുടെ ഇതുമായിട്ടൊക്കെ ചിലപ്പോ നമ്മള് 1000 പ്രാവശ്യം ക്ലാസ്സിൽ ഇരുന്നാലും ചിലപ്പോൾ ഒരു ശ്ലോകം പഠിക്കാം, നമ്മളൊക്കെ തലയ്ക്കകത്ത് കയറത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത്തരത്തിലുള്ള കാര്യത്തിന് അത് പിന്നെ താരതമ്യം ചെയ്ത് അങ്ങനെ ഒരു നിഗമനം എടുക്കാതിരിക്കുന്നതാണ് നമുക്ക്. അതുകൊണ്ട് ശ്ലോകങ്ങളുണ്ട്, ചോദ്യോത്തരമാണ്. അപ്പൊ അത് നമുക്ക് എത്രമാത്രം നമ്മുടെ ജീവിതത്തിന് നമുക്ക് അനുയോജ്യമാണ് ഇതൊക്കെ പഠിക്കുക. അതാണ് നമുക്ക് കണ്ടത്. അത് തീർച്ചയായിട്ടും. അപ്പൊ അതാണ് നമുക്ക് ഉത്തമം, അതാണ് ഇല്ലേ? തീർച്ചയായിട്ടും. വേറെ എന്താണ്? മാതാജി അടുത്ത എല്ലാ ആഴ്ചയിലും വരണം, എല്ലാവരും ഒരുമിച്ച് വരിക. അപ്പൊ നമുക്ക് ഇന്ന് ഇനിയിപ്പോ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ, ഇല്ലേ? ഉണ്ടോ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം തത്സത്. സാറിന്